അങ്ങനെ നമ്മുടെ മുംബൈയിലെ ഡേ 2 പ്ലാനുകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എഴുന്നേറ്റ് വന്നപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. പഴം ഏത്തപ്പഴം പുഴുങ്ങിയതും പുട്ടും മുട്ടയും കറിയും ചായയൊക്കെ ആയിട്ടൊരു വിശാലമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രാവിലെ. ഇതെല്ലാം എൻ്റെ ഷെഫ് കുക്കുമ്മ ഉണ്ടാക്കിയതാണ്. ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കിടാൻ വേണ്ടി മാത്രമായിരുന്നു ഞാനൊരു 4 ദിവസം മുംബൈയിലേക്ക് പോയത്. എല്ലാം അവൾ തന്നെയായിരുന്നു കുക്ക് ചെയ്തത്. അടിപൊളി ഫുഡാണ്, നന്നായിട്ട് കുക്ക് ചെയ്യും. കഴിച്ചാൽ മാത്രം പോരല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണ്ടേ. ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമായി. അതും അടിപൊളിയായിരുന്നു, പറയാനില്ല. എല്ലാം തോരനും ചാറുകറിയും പപ്പടവും ഫ്രൈയും ഒക്കെ ആയിട്ട് ഒരു വിശാലമായ ലഞ്ചായിരുന്നു ഉച്ചയ്ക്ക്. ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് പ്ലാനുകളുള്ളൊരു ദിവസമാണ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി നേരെ ബാന്ദ്രയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുക്കു നമ്മളെ ബാന്ദ്ര ഫോർട്ട് ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ബാന്ദ്രയ്ക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ പോകുന്നത് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണെന്ന് അറിയണ്ടേ? ജിയോ മാളിലാണ് നമ്മൾ. ജിയോ വേൾഡ് ഡ്രൈവിൽ ജിയോ മാളിലാണ് നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ പോകുന്നത്. കാരണം ബാക്കി പാനിപ്പൂരികളൊന്നും കൊള്ളില്ല, അത് മാത്രമേ നല്ലതുള്ളൂ എന്നാണ് കുക്കുവിൻ്റെ അഭിപ്രായം. എന്നാൽ പിന്നെ അത് അങ്ങനെയാണോ എന്നൊന്ന് അറിയണമല്ലോ എന്ന് ഓർത്ത് ഞങ്ങളും കൂടെ പോയി. അങ്ങനെ നമ്മളവിടെ നേരെ ഊബർ എടുത്തിട്ട് ജിയോ മാളിലേക്കാണ് പോയത്. പക്ഷേ നമുക്ക് പറ്റിയൊരു സംഭവം മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ജിയോ കൺവെൻഷൻ സെൻറ്റർ മോളും എല്ലാം ഒരിടത്താണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഫസ്റ്റ് ടൈം പോകുന്നവർ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാണ്, ജിയോ കൺവെൻഷൻ സെൻറ്റർ വേറെ സ്ഥലത്തും ജിയോ വേൾഡ് ഡ്രൈവ് ആണ് ജിയോയുടെ മോള് വരുന്നത്, അത് വേറൊരു സ്ഥലത്തുമാണ്. അപ്പോൾ ഒരു 3 കിലോമീറ്റേഴ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഊബർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ ജിയോ മാളിലേക്ക് വന്നു. ഇത് പെറ്റ്സ് ഫ്രണ്ട്ലി ആണ് കേട്ടോ, അടിപൊളി മോളാണ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. വിശാലമായ ഷോറൂം പോലെ അവിടെ പരിധി നടക്കുകയായിരുന്നു ഞങ്ങൾ. അടിപൊളിയായിരുന്നു. അകത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഞങ്ങൾ കയറി. തിരയുടെ ഔട്ട്ലെറ്റൊക്കെ ഉണ്ട് കേട്ടോ. തിര നമ്മുടെ മിന്ത്ര പോലെ തന്നെ ബ്യൂട്ടി സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറ് പോലെ ഒരെണ്ണം. അപ്പോൾ അവിടെ ഒരുപാട് ഇൻ്റർനാഷണൽ മേക്കപ്പ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പോകുന്നുണ്ട്. ഇത് നമ്മളുടെ ആപ്പിളിൻ്റെ സ്റ്റോറാണ് കേട്ടോ. ഇന്ത്യയിലെ ഫസ്റ്റ് ആപ്പിളിൻ്റെ സ്റ്റോറാണ്, ജിയോ വേൾഡ് ഡ്രൈവിലാണുള്ളത്. അങ്ങനെ നമ്മൾ പാനിപ്പൂരി വന്നു. അപ്പോൾ നമുക്ക് സാധാരണ നമ്മളുടെ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് റെഡിയാക്കി പാനിപ്പൂരി സെറ്റ് ചെയ്ത് നമുക്ക് കിട്ടുകയില്ല, നമ്മൾ തന്നെ പാനിപ്പൂരി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഒരു ട്രയൽ എന്നെ പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കുക്കു പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പാനിപ്പൂരി ഉണ്ടാക്കുകയാണ്. അങ്ങനെ മുംബൈ വന്നിട്ട് നമ്മൾ പാനിപ്പൂരി കഴിച്ചില്ല എന്ന് പറയുന്നതിലൊരു വിഷമം വേണ്ട. ഞാൻ വെറുതെ അല്ല പാനിപ്പൂരി കഴിച്ച്, പാനിപ്പൂരി നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു. അതിനകത്ത് മിക്സൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തൊരു കാര്യം കേട്ടോ അത്. ഞങ്ങൾ 3 പേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് അവൾ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് തന്നെ വടപ്പാവും കഴിച്ചു കേട്ടോ. ഈ 2 എനിക്ക് കഴിക്കണം, മുംബൈയിൽ നിന്ന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതല്ല ആ 2 ആഗ്രഹങ്ങൾ അവൾ സാധിച്ചു തന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരയിൽ കയറി. തിരയിൽ കുറേ ബ്രാൻഡ്സൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കണ്ടു. ഞാൻ ആപ്പ് ത്രൂ വാങ്ങിയിട്ടുണ്ട്, അവർക്ക് ആപ്പുണ്ട്, അത് ത്രൂ ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ബാന്ദ്രയിലേക്കാണ് പോകുന്നത്. ബാന്ദ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഈ ഈവനിങ് ആയതുകൊണ്ടും സൺസെറ്റ് ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ പോകുന്ന വഴിയും ആ ഒരു സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. നല്ല പ്രൈം ഏരിയയാണ്. വരുന്ന വഴിക്ക് നമ്മൾ കുറേ സെലിബ്രിറ്റീസിൻ്റെ വീടൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫോർട്ട് എത്തി. നമ്മൾ എത്തിയപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു 1640 പോർച്ചുഗീസുകാരാണ് ഈ ഒരു ഫോർട്ട് ഉണ്ടാക്കിയത്. ഇത് അവർ വാച്ച് ടവർ ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. കാരണം അവർക്ക് കടലിൽ നിന്ന് വരുന്ന കപ്പലുകൾ, എനിമീസിൻ്റെ കപ്പലുകളും മറ്റും കാണാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ മുംബൈ സീലിംഗിൻ്റെ വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാം. ഈ ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ ആ ഒരു വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര മനോഹരമാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹിൽ റോഡിലേക്ക് പോവാണ്. ഈ കാണുന്നത് സോനം കപൂറിൻ്റെ വീടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കുറേ സെലിബ്രിറ്റീസൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കാറിൽ പോകുമ്പോൾ അവർ പറഞ്ഞു തരും ഇത് ഇന്നാളുടെ ആണെന്നൊക്കെ. അങ്ങനെ നമ്മൾ നേരെ ബാന്ദ്ര ഹിൽ റോഡിലെത്തി. കാവടി തുള്ളിയാണ് ഈ ഷോപ്പിലേക്ക് കയറിയതെങ്കിൽ ഇറങ്ങിയപ്പോൾ ട്രാജഡി ആയിരുന്നു. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടില്ല. ഞാൻ കുറേ ആൾക്കാരുടെ വ്ളോഗ് കണ്ട് പോയൊരു ഷോപ്പായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങളുടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആരംഭിച്ചു. കുക്കുവിന് കോട്ട് സെറ്റ് ഭയങ്കര
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ആ ഷോപ്പുകാർ കുറച്ച് കൂടുതൽ റേറ്റ് പറഞ്ഞപ്പോൾ ഞങ്ങളതവിടെ വെച്ചിട്ട് പോന്നു. അപ്പോൾ നമ്മളവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള സ്കില്ലുണ്ട്. നന്നായിട്ട് ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് വില കുറച്ച് മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വേറെ കുറേ സ്റ്റോറിൽ കയറി. ഇതും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതും അവർ ഭയങ്കര റേറ്റ് പറഞ്ഞു. നമ്മൾ പറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടിയില്ല. അത് അവിടെ വെച്ചു. ആ ഫസ്റ്റ് കണ്ട കോട്ട് സെറ്റ് നമ്മൾ വാങ്ങി. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഈ കാണുന്ന സ്ട്രൈപ്സ് ഷർട്ട്. അത് പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പിങ്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളത് വാങ്ങി. പിന്നെ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ. അവരാദ്യം നമ്മളോട് എങ്ങുമില്ലാത്ത വില പറയും. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, ബാർഗെയിൻ ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റിൽ സാധനം വാങ്ങാൻ പറ്റും. ഈ ഫുഡ്വെയറിൻ്റെ കുറച്ച് ഇതുപോലത്തെ കുറച്ച് ഷോപ്സ് ഉണ്ടായിരുന്നു. ബാഗ്സിൻ്റെ ഉണ്ട്, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. നല്ല നല്ല ക്രോപ്പ് ടോപ്സൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്ന ഈ ഒരു കടയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനം വാങ്ങി. ഒരു ഡ്രസ്സും 2 പലാസോ ഒക്കെ മേടിച്ചു. അങ്ങനെ നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ബ്ലോക്ക് എന്നൊക്കെ വെച്ചാൽ നമ്മൾ ഊബറിൽ ബുക്ക് ചെയ്തപ്പോൾ ഒരു 1 hour പറഞ്ഞത്. പക്ഷെ നമ്മൾ 2 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിൽ ചെന്നത്. അതുപോലെ ബ്ലോക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുട്ടി ബാന്ദ്ര വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ബൈ.